കേരളത്തിൽ വലിയൊരു അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. ഒന്ന് സംഭവിക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് മുക്ത കോൺഗ്രസ് മുക്ത കേരളത്തിന് സമയമായി എന്ന് ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ പരിതാപകരമായ പതനത്തിലെത്തിച്ച പരമ്പരാഗത മുന്നണിയുടെ ദയനീയമായ പരാജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാകും. അതായത് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടികളുടെയും അവരുടെ മുന്നണികളുടെയും ദയനീയമായ പരാജയമുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് തുടക്കം കുറിക്കും. 11 വർഷമായി കേരളത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും പുതിയ രാഷ്ട്രീയം കേരളത്തിലും ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയും പ്രാധാന്യവും. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആഭ്യന്തര ശൈഥില്യം ശക്തമായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലുള്ളൊരു CPM ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ആ പാർട്ടിക്കുണ്ടായിട്ടുള്ള അധപ്പതനത്തിൻ്റെ അപജയത്തിൻ്റെ ആഴമാണ് ഇന്നലെ CPMൻ്റെ സമുന്നതന നേതാവ് TK ഗോവിന്ദൻ്റെ പാർട്ടിയിൽ നിന്നുള്ള രാജി, G സുധാകരൻ പാർട്ടിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചത്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ രാമകൃഷ്ണൻ്റെ പുതിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരു ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടാൻ വേണ്ടി പോകുന്നു. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ CPMന് കേരളത്തിലും തകർച്ച നേരിടുകയാണ്. ഇതേപോലെ മറ്റൊന്ന്, കോൺഗ്രസിന് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ കേരളത്തിലും ദേശീയ തലത്തിലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ ജനങ്ങൾ കോൺഗ്രസിനെ ഏത് രൂപത്തിലാണോ തിരസ്കരിച്ചത്, അതേപോലെ മലയാളികളും കോൺഗ്രസിനെ തിരസ്കരിക്കാൻ പോകുന്നു. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസനത്തിൻ്റെ ജനക്ഷേമത്തിൻ്റെ പുതിയ രാഷ്ട്രീയത്തെ മലയാളികൾ നെഞ്ചേറ്റാൻ പോകുന്നു. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ ഉണ്ടാകും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഈ മുദ്രാവാക്യം ജനങ്ങൾ നെഞ്ചേറ്റാൻ വേണ്ടി പോവുകയാണ്. BJP പറയുന്നത് പോലെ, NDA പറയുന്നത് പോലെ മാറാത്തത് മാറും, ഇനി കേരളം വളരും. ഇത് ഒരു യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാട്ടാക്കടയിൽ ഞാൻ 3 തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. 2011, 16, 21. അതിനുശേഷം രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടന്നു, 2024 2025. ഞാൻ മത്സരിച്ചിട്ട് 9,800 വോട്ടിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. 2011 അത് 16,800 2016 അത് 38,900 39,000 അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48,000 വോട്ടിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, UDFനെയും LDFനെയും 2-3 സ്ഥാനത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് NDA BJP കാട്ടാക്കടയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇതേ തിളക്കമാർന്ന വിജയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കാട്ടാക്കടയിൽ BJP NDA ആവർത്തിച്ചു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു, ഉറപ്പിച്ചു പറയുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ വിജയം ഈ കാട്ടാക്കടയിൽ ഉണ്ടാകും. കേരളത്തിൽ അനേകം താമരകൾ എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിരിയും എന്ന കാര്യം സംശയമില്ല. കേരളത്തിൽ വിരിയാൻ വേണ്ടി പോകുന്ന അനേകം താമരകളിൽ ഒരു താമര ഈ കാട്ടാക്കടയിലെ താമരയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട.
ഞങ്ങൾ 100% ശുഭാപ്തി വിശ്വാസത്തോടും വിജയവിശ്വാസത്തോടും കൂടിയാണ് കാട്ടാക്കടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാട്ടാക്കടയിൽ നിന്നായിരിക്കും രാഷ്ട്രീയ മാറ്റം കേരളത്തിലേക്ക് എത്തുന്നത്. കാട്ടാക്കടയിലൂടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.